ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. അൻവറിന്റെ ആഭ്യന്തര യുദ്ധം. പി വി അൻവർ MLA-യുടെ വെളിപ്പെടുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. തനിക്കൊപ്പം വേദിയിലിരുന്ന അജിത് കുമാറിനെ ഗൗനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്നാണ് അജിത് കുമാറിന്റെ പ്രതികരണം. പി വി അൻവറിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ. നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGP-യെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. DGP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പൊതുവേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം. അതും ADGP അജിത് കുമാറിനെ വേദിയിലിരുത്തി. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ ADGP അജിത് കുമാർ പ്രസംഗിച്ചത്. താൻ ചെയ്ത കാര്യങ്ങൾ ADGP എണ്ണിപ്പറഞ്ഞു. ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നായിരുന്നു ADGP-യുടെ വാക്കുകൾ. പി വി അൻവർ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അജിത് കുമാർ സർക്കാർ എല്ലാം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGP-ക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ADGP-ക്കെതിരായ ആരോപണത്തിൽ എന്നാൽ DGP പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു പ്രതികരണവും DGP നടത്തിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കസേരയിൽ ADGP അജിത് കുമാർ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഗൗനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാണ് MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക. DGP റാങ്കിലുള്ള യോഗേഷ് ഗുപ്തയ്ക്കോ K പത്മകുമാറിനോ ആയിരിക്കും അന്വേഷണ ചുമതല. അതേസമയം പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട SP S സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അജിത് കുമാറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞാണ് പി വി അൻവറിന്റെ ഈ ആവശ്യവും അംഗീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം. സ്വർണ്ണക്കടത്ത് ബന്ധം മുതൽ അനധികൃത സ്വത്ത് സമ്പാദനം വരെ അൻവർ ഉന്നയിച്ച സകല ആരോപണങ്ങളിലും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തും. യോഗേഷ് ഗുപ്തയുടെയോ K പത്മകുമാറിന്റെയോ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. എടവണ്ണ കേസിൽ നിരപരാധിയെ MR അജിത് കുമാർ കുടുക്കിയെന്ന ആരോപണവും കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാനത്തിലെ ഇടപെടലുകളും അന്വേഷിക്കും. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമ്പോൾ 3 പേരെ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നുണ്ട്. H വെങ്കിടേഷ്, ബൽറാം കുമാർ ഉപാധ്യായ, മനോജ് എബ്രഹാം എന്നിവരിൽ ഒരാൾക്കായിരിക്കും ക്രമസമാധാന ചുമതല. പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണ വിവാദത്തിൽ സർവീസ് ചട്ടം ലംഘിച്ചെന്ന DIG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SP S സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ തീരുമാനങ്ങളിലെല്ലാം ഉടൻ തന്നെ ഉത്തരവിറങ്ങും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയും ADGP MR അജിത് കുമാറിനെതിരെ പുതിയ ആരോപണങ്ങൾ നിരത്തി പി വി അൻവർ. തിരുവനന്തപുരത്ത് കവടിയാറിൽ ADGP കൊട്ടാര സമാനമായ വീട് പണിയുന്നുണ്ട് എന്നാണ് ആരോപണം. സോളാറും സ്വർണ്ണക്കടത്തും കേസ് അട്ടിമറിയും പറഞ്ഞായിരുന്നു അൻവറിന്റെ ഇന്നത്തെ കടന്നാക്രമണം. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. ഒരു അഴിമതി ഇല്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേന്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP.
പി വി അൻവറിന്റെ ആരോപണത്തിൽ അടുത്തതായി തെറിക്കുന്നത് പി ശശിയോ എന്ന ചർച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം CPIM-ലും ശക്തമാണ്. വിവാദങ്ങൾക്കിടെ പി വി അൻവർ നാളെ മുഖ്യമന്ത്രിയെ കാണും. ആരു ചെറുക്കും ആരു തടുക്കും എന്ന വെല്ലുവിളി പോലെ പി വി അൻവർ ആരോപണ പ്രഹരങ്ങൾ തുടരുകയാണ്. ആദ്യ പ്രഹരമേറ്റത് പത്തനംതിട്ട SP S സുജിത് ദാസിന്, അടുത്തത് ADGP MR അജിത് കുമാറിന്. ഇനി ഊഴം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കാണോ എന്നേ അറിയേണ്ടതുള്ളൂ. പി ശശി പരാജയമാണെന്നും മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നെന്നും പറഞ്ഞത് പി വി അൻവർ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും നടപടിക്കും മുഖ്യമന്ത്രിക്ക് കഴിയും. ആരോപണ വിധേയർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ പി ശശിയുടെ കാര്യത്തിൽ CPIM-ന്റെ രാഷ്ട്രീയ തീരുമാനം വേണം. മുമ്പൊരിക്കൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിച്ചതാണ് പി ശശി. പിന്നീട് ശശിയെ തിരികെ എത്തിച്ചത് പിണറായി വിജയനാണ്. 96-2001 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു ശശി. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന ദിനേശൻ പുത്തലത്ത് ദേശാഭിമാനി ചുമതലയിലേക്ക് പോയതോടെയാണ് പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ പി ശശിയെ സംരക്ഷിക്കുന്നത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. ഏതായാലും തീരുമാനമെടുക്കേണ്ടത് CPIM ആണ്. 24 തിരുവനന്തപുരം. ADGP-ക്കെതിരെയുള്ള അൻവറിന്റെ ആരോപണങ്ങളിലൂടെ വീണ്ടും ചർച്ചയായി സോളാർ വിവാദം. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ പരാതിക്കാരിയെ MR അജിത് കുമാർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് അൻവറിന്റെ ആരോപണം. ആരോപണം ശരിയെന്ന് പരാതിക്കാരി 24-നോട് പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ കേസ് അന്വേഷിക്കട്ടെ എന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. അജിത് സാറ് തികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാറേ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിൽ KC വേണുഗോപാൽ സാറും K സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസ് ഉണ്ടല്ലോ സാർ, CBI അന്വേഷിച്ചിട്ടും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിൻ്റെ കാരണക്കാരനും അജിത് സാർ തന്നെയാണ്. ADGP MR അജിത് കുമാറും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും തമ്മിൽ അടുത്ത സൗഹൃദം. സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചത് KC വേണുഗോപാലിനു വേണ്ടി. കേസിലെ പരാതിക്കാരി മൊഴി കൊടുക്കാതിരിക്കാനുള്ള ശ്രമവും അജിത് കുമാർ നടത്തി. അജിത് കുമാറിനെതിരെ PV അൻവർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലുകളിൽ സോളാർ കേസ് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്. ആരോപണങ്ങൾ ശരിയെന്ന് കേസിലെ പരാതിക്കാരി. സോളാർ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് MR അജിത് കുമാർ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി സംസാരിച്ചത് മെയിൻലി രണ്ടുപേർക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മളുടെ ഫോർമർ CM. രണ്ടാമത്തെ കാര്യം, പുള്ളി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ്. ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പൊട്ടിച്ചിരിച്ചായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. 5 കൊല്ലം കേസ് അന്വേഷിച്ചു, ഇനിയും അന്വേഷിക്കട്ടെ എന്ന് KC വേണുഗോപാൽ. എന്റെ സഹോദര, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ചേതോ വികാരം. ഇന്ന് ഈ കാര്യമായിട്ട് രംഗത്ത് വന്നതിൽ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാരിന്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർ ഉപയോഗിക്കട്ടെ. അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണച്ച് UDF നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ സോളാർ വെളിപ്പെടുത്തലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കൗതുകം. 24 തിരുവനന്തപുരം. PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട്ട് കാണാതായ വ്യാപാരിയുടെയും എടവണ്ണയിൽ വെടിയേറ്റ് മരിച്ച യുവാവിന്റെയും ബന്ധുക്കൾ പോലീസിനെതിരെ രംഗത്ത്. വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം. പോലീസിൽ വിശ്വാസമില്ല എന്നായിരുന്നു എടവണ്ണയിൽ കൊല്ലപ്പെട്ട റിദാന്റെ ബന്ധുക്കളുടെ പ്രതികരണം. വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിലും എടവണ്ണ സ്വദേശി റിദാൻ ബാസിൽ വെടിയേറ്റ് മരിച്ചതിലും സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. രണ്ടിലും പോലീസിന് പങ്കുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. റിദാൻ ബാസിൽ കൊല്ലപ്പെട്ട കേസിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും കേസ് CBIക്ക് വിടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഈ പോയ എന്റെ മകനെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുമോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. CBI അന്വേഷിക്കണം. പോലീസിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടുകൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ CBI അന്വേഷിക്കണം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പരാതിയുമായി നീങ്ങും. 2023 ഏപ്രിൽ 22-നാണ് റിദാൻ ബാസിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2023 ഓഗസ്റ്റ് 21-നാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാവുന്നത്. എന്നാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇതിന് കേരള പോലീസിനെ ഏതോ ബാഹ്യശക്തി കേരള പോലീസിനെ സ്വാധീനിക്കുന്നു. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. 24
മലപ്പുറം. മറ്റൊരു വാർത്തയിലേക്ക്. ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. വിവിധ കോടതികളിലായി സിദ്ദിഖും ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ എന്നിവയടക്കം മുദ്രവച്ച കവറിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ കോടതി പരിശോധിച്ചു. വാർത്താമാധ്യമങ്ങളിലെ പരാതിക്കാരിയുടെ പ്രതികരണങ്ങളും തെളിവായെത്തി. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് ഹൈക്കോടതിയിലും ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും എത്തി. അതേസമയം നടൻ ജയസൂര്യ കടന്നുപിടിച്ചെന്ന നടിയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് നടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ജയസൂര്യക്കെതിരായ മറ്റൊരു കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയരൂപീകരണമോ അടിയന്തര നടപടിയോ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരുന്ധതി റോയ്, KR മീര, പ്രകാശ് രാജ്, രേവതി ലൗൾ ഉൾപ്പെടെയുള്ള 72 പേർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പരിശോധന നടത്തേണ്ടതില്ലെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് കമ്മീഷൻ ഉത്തരവ്. കേരളത്തിന്റെ ആവശ്യം ന്യായമെന്ന് തെളിയിക്കുന്നതാണ് ഉത്തരവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് ജലകമ്മീഷൻ അംഗീകാരം നൽകിയത്. സമഗ്ര സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം മാത്രം മതി അറ്റകുറ്റപ്പണികളെന്നായിരുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളം മുന്നോട്ടുവെച്ച ആവശ്യം. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശം. എന്നാൽ പരിശോധന 2026 മതിയെന്ന തമിഴ്നാടിന്റെ വാദവും കമ്മീഷൻ തള്ളി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തമിഴ്നാടിന് നിർദ്ദേശം നൽകി. വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഉൾപ്പെടെ പരിശോധിക്കും. 2011 സുപ്രീംകോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി ഇതിനു മുൻപ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. 24, ഡൽഹി. തിരികെ ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിലേക്ക്. NCPയിലെ മന്ത്രിമാറ്റ വാർത്തകൾ നിഷേധിച്ച് തോമസ് കെ തോമസ് നേതൃത്വം എടുക്കുന്ന തീരുമാനം അനുസരിക്കുമെന്നും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്ന് PC ചാക്കോ പ്രതികരിച്ചു. സംസ്ഥാന പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ടില്ല. മന്ത്രിയെ തീരുമാനിക്കുന്നതും മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റം ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നതുമൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടില്ല. മുൻകാല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ്. ഇല്ല, പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നല്ല ഔദ്യോഗികമായ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായ തീരുമാനം പറയട്ടെ, നമുക്കറിയാൻ മേലാത്തൊരു കാര്യമാണത്. അപ്പം ഔദ്യോഗികമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ദേശീയ പ്രസിഡന്റ് എടുക്കേണ്ട തീരുമാനമാണ് മന്ത്രിസ്ഥാനത്തെ കുറിച്ച്. അല്ലാതെ തോമസ് കെ തോമസോ അല്ലെങ്കിൽ മറ്റൊരാളോ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർ തീരുമാനിക്കട്ടെ, അതിനുശേഷം ഔദ്യോഗികമായിട്ട് ഞാനും അതിനെപ്പറ്റി പ്രഖ്യാപിക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും വിമർശനവുമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ സിമി റോസ്ബെൽ ജോൺ. സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് സതീശൻ എന്നാണ് ആരോപണം. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ മറുപടി നൽകിയതാണെന്ന് സതീശൻ പ്രതികരിച്ചു. അവസരം ലഭിക്കാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്ന ആരോപണത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും ദീപ്തി മേരി വർഗീസിനെ സംസ്ഥാന ഭാരവാഹിയാക്കാൻ VD സതീശൻ തന്നെ ഒതുക്കിയെന്നാണ് സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണം. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ച പലരെയും മറികടന്ന് ജെബി മേത്തറിന് പദവികൾ നൽകി. താൻ CPIMനെ കൂട്ടുപിടിച്ചെന്ന ആരോപണം സിമി റോസ്ബെൽ തള്ളി. ഞാൻ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന CPM ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. ലതിക സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. സതീശനെതിരെ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും സിമി റോസ്ബെൽ ജോണിന്റെ മുന്നറിയിപ്പ്.
ആരോപണങ്ങൾക്ക് മറുപടി നൽകിയതാണെന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തണ്ട, അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനല്ലല്ലോ നടപടിയെടുത്ത KPCC പ്രസിഡന്റ്, അവിടെ ചോദിച്ചത്. ഒരു വനിത പരാതി ഉന്നയിച്ചപ്പോൾ അവരെ പുറത്താക്കി. ഇതാണോ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ സമീപനമെന്നും മന്ത്രി വീണ ജോർജ്. എന്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ നിലപാട്? എന്താണ്? ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി ഉന്നയിച്ച വനിതയെ പുറത്താക്കിയാണ് ചെയ്തത്. ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. സിമിയുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DYFI വി.ഡി. സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 24 കൊച്ചി. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.